നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥി മോഹികൾ മണ്ഡലങ്ങളിൽ മാത്രമല്ല സമ്മർദ്ദവുമായി നേതാക്കളുടെ പിന്നാലെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ എം പിമാരായ പലർക്ക് നിയമസഭയിൽ മത്സരിച്ചാൽ കൊള്ളാവുന്ന മോഹത്തിലാണ്. ആ മോഹവുമായി പലരും പല നിയോജകമണ്ഡലങ്ങളിലും കണ്ണുവെച്ച് പ്രവർത്തനങ്ങളും തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് പറഞ്ഞത് എം പിമാർ നിയമസഭയിൽ മത്സരിക്കേണ്ടായി. ഇത് കേട്ട് പലരും ബോധം കെട്ട് വീണു എന്നാണ് പറഞ്ഞു കേട്ടത്. നിലവിൽ എം പിമാർ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് AICCയുടെ വിലയിരുത്തൽ. ഇത് ഷാഫി പറമ്പിലിനും കെ സുധാകരനും തലയിൽ ഇടുത്തി വീണതുപോലെയായി. അവരാണ് അവരുടെ മണ്ഡലങ്ങളിൽ കണ്ണൂരും പാലക്കാടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യുവാക്കളെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചപ്പോൾ കോൺഗ്രസ് അങ്ങനെ തീരുമാനമെടുത്തു. ആദ്യം ഉയർന്നു കേട്ടത് ഷാഫി പറമ്പലിന്റെ പേരായിരുന്നു. കണ്ണൂരിൽ താൻ മത്സരിക്കുമെന്ന സ്വയം അങ്ങ് പ്രഖ്യാപിച്ച് ആ ഒരു അവകാശവാദമായി സുധാകരൻ എത്തിയതും ചർച്ചയായിരുന്നു. സുധാകരന് നിയമസഭയിൽ മത്സരിച്ചേ അടങ്ങും. മത്സരിച്ചാൽ മാത്രം പോരാ, മുഖ്യമന്ത്രി കസേര നോട്ടം ഇട്ടുകൊണ്ടാണ്. കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു, എങ്കിലും അദ്ദേഹം അങ്ങ് മത്സരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് നിയമസഭ മതി. ഒരിക്കൽ കൂടി കേരളത്തിൽ മന്ത്രിയായ പോരാ, മുഖ്യമന്ത്രി ആവണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അഭിലാഷമാണ് മുഖ്യമന്ത്രി കസേര. ഒരിക്കൽ കൂടി മന്ത്രിയായ പോരാ, മുഖ്യമന്ത്രി തന്നെയാകണം. ഇതിനിടയിലാണ് ഹൈക്കമാൻഡ് പുതിയ തീരുമാനത്തിലെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ലഭിച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്രാവശ്യം കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പം വലിയ ആവേശത്തിലാണ്. നിയമസഭയിൽ ജയിക്കും, അടുത്ത ഭരണം കിട്ടുമെന്നുള്ള ഒരു ആവേശം. താരപ്രമുഖരെ കളത്തിലിറക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ സൂചന നൽകിയിരുന്നു. അതേസമയം MP സ്ഥാനം വിട്ട് MLA-മാരാകാൻ ശ്രമിക്കുന്നത് എതിരാളികൾ പ്രചരണ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ തന്നെ ഒരു വിഭാഗം പറയുന്നത് അങ്ങനെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 1-2 MP-മാർക്ക് ഇളവ് നൽകിയാൽ അത് കൂടുതൽ പേർ അവകാശവാദം ഉന്നയിക്കാനും തർക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ ആ തർക്കത്തിൽ അവർ നോക്കി വെച്ചിരുന്ന മണ്ഡലത്തിൽ ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പം പാലം വലിക്കും. അങ്ങനെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പോലും കൈവിട്ടു പോകും. മത്സരിച്ചവർ കൂട്ടത്തോടെ ജയിച്ചു വന്നാൽ ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ കേരളത്തിൽ വേണ്ടിവരും. മാത്രമല്ല അവർക്ക് പകരം സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വലിയ തലവേദന സൃഷ്ടിക്കും കോൺഗ്രസിന്. അതുകൊണ്ടാണ് എംപിമാരായി തന്നെ ഇരുന്നാൽ ഈ തലവേദനയൊന്നും ഉണ്ടാകില്ല എന്ന വാദം ശക്തിപ്പെടുന്നത്. കോൺഗ്രസിന്റെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അവരാണ് ഒരു ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. അത് ഹൈക്കമാൻഡിന് കൊടുക്കും, ഹൈക്കമാൻഡ് അത് തീരുമാനം ഉറപ്പിക്കും. നിയമസഭയിലേക്ക് MP-മാർ മത്സരിക്കേണ്ടെന്നാണ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത്. തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നും മറ്റ് MP-മാർക്കൊന്നും മത്സരിക്കാൻ അനുവാദം കൊടുക്കരുതെന്നും ഉണ്ണിത്താൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന വാർത്ത. കേരളത്തിൽ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് നേതാക്കൾ പാർട്ടിയിലുള്ളപ്പോൾ എന്തിനാണ് MP-മാരെ അനാവശ്യമായി സീറ്റ് കൊടുത്ത് മത്സര രംഗത്തേക്ക് വലിച്ചിഴക്കുന്നതെന്നാണ് പ്രവർത്തകരുടെ തന്നെ ചോദ്യം. ഇവിടെ മത്സരിക്കാൻ MP-മാരെ ഉള്ളോ? വളർന്നു വരുന്ന യുവതിയുവാക്കൾക്ക് അവസരം കൊടുക്കണം. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു MP-ക്കുള്ള പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടം ഓരോ ദിവസവും കോൺഗ്രസ് ശക്തിപ്പെടുത്തുമ്പോൾ ചില നേതാക്കൾ എന്തിനാണ് കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്? പുതിയ ചെറുപ്പക്കാർ വരട്ടെ, പാർലമെന്ററി രംഗത്തേക്ക് അവർ വരട്ടെ. കടൽ കിഴവന്മാർ മാറി നിൽക്കണം. CPM-നെ പോലെ 2 ഏറിയാൽ 3 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തണം. അങ്ങനെ മാതൃക കാണിച്ചാൽ തന്നെ കോൺഗ്രസ് രക്ഷപ്പെടും.